കേരളത്തിനൊരു മന്ത്രി എന്നുള്ളതിനെക്കാളുപരി എല്ലാവരും അതിനെ കാണുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിന് ലഭിച്ച ഒരു അംഗീകാരമായിട്ടാണ്. അതേസമയം തന്നെ ബി ജെ പിയുടെ ഒരു ഔട്ട്ലുക്കിൽ ബി ജെ പിയുടെ ഫോർമേഷൻ മുതൽ അടിയോറ സേനൊപ്പം നിന്ന ഒരു ആളെന്ന രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു മന്ത്രിസ്ഥാനത്തിനെ കാണുന്നത്? അല്ല, പാർട്ടി നേതൃത്വം എന്നോട് പറഞ്ഞത് ഒരു ഓർഗാനിക് വർക്കർ എന്ന രീതിയിൽ ഇന്ത്യയിലെ മുഴുവൻ വർക്കേഴ്സിനും ഉള്ള ഒരു മെസ്സേജാണ് ഞാൻ എന്നെ മന്ത്രിസഭയിൽ എടുക്കുന്നതെന്നാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. അവിടെ ഒരു നേതാവ് എന്നോട് ജാതിയും മതമൊന്നും പറഞ്ഞില്ല. കാരണം കംപ്ലീറ്റ് വർക്കേഴ്സിന് കൊടുക്കുന്നൊരു മെസ്സേജാണ്. ഒരു നേതാവ് ഇതുവരെ ആ രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടുമില്ല. എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ബേസിക്കായിട്ടുള്ള ഒരു പാർട്ടി വർക്കർ എന്നുള്ളതാണ്. പിന്നെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണ്, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, എല്ലാ കാലഘട്ടത്തിലും ചർച്ചിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നയാളാണ്. അപ്പോൾ അത് വേറെ സെപ്പറേറ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റിയാണ്. അത് തീർച്ചയായിട്ടും ആ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. പാർട്ടി നേതൃത്വം ബി ജെ പിയും ക്രിസ്ത്യൻ സഭയും തമ്മിലുള്ള ഒരു പാലമായിട്ട് അങ്ങനെ കാണുന്നുണ്ട്? ഇല്ല, ഞാൻ ബിഷപ്പുമാരെ കാണാറുണ്ട്, അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് സ്പിരിച്വൽ സപ്പോർട്ട് വേണ്ട അവസരത്തിൽ ഞാൻ പോകാറുണ്ട്. അവരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. അവർ എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിന് സമയത്ത് തന്നെ കാര്യങ്ങൾ ചോദിക്കും. അത് പൊളിറ്റിക്കലാകാം, സഭാപരമാകാം, സാമൂഹ്യമാകാം. അപ്പോൾ അത് സംസാരിക്കാറുണ്ട്. അതിനൊന്നും ഞാൻ സാധാരണ പബ്ലിസിറ്റി ഒരിക്കലും കൊടുത്തിട്ടില്ല. ഞാൻ അവരെ പോയി കാണുന്നതിൻ്റെ ഫോട്ടോയോ ഒന്നും ഒരിക്കലും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. മൈനോറിറ്റി കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്നപ്പോഴും അങ്ങനെ. അത് ചെറുപ്പകാലം തൊട്ട് തുടരുന്ന ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട്. ഒരുപക്ഷെ നേരത്തെ അച്ഛന്മാരായിരുന്നിരിക്കാം, അത് കഴിഞ്ഞ് ബിഷപ്പുമാരായിട്ടുണ്ട്. പേപ്പൽ സെമിനാരിയിലൊക്കെ എന്നെ 1993 അവർ അവിടെ വിളിച്ച് പൂനെയിൽ ഒരു ക്ലാസ് തന്നിട്ടുണ്ട്. അതൊക്കെ റിലീജിയസാണ്, അല്ലാതെ അതിൻ്റെ അകത്തൊരു പൊളിറ്റിക്സ് അനുഭവപ്പെട്ടിട്ടില്ല. അത് ചെറുപ്പം തൊട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓർത്തഡോക്സ് സിറിയൻ കാത്തലിക് ഫാമിലിയിൽ ജനിച്ച ഒരാൾ. ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്ത് ചർച്ചിനോട് ചുറ്റുവട്ടത്തുള്ള 1 കിലോമീറ്റർ 90% ഞങ്ങളുടെ സമുദായക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലുണ്ട്, രീതിയുണ്ട്, വിശ്വാസമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള, അതും പൊളിറ്റിക്സുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. സാർ ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച ഒരാളാണ്. ജോയിൻ ചെയ്യുമ്പോൾ ബി ജെ പി അധികാരത്തിൻ്റെ പരിസരങ്ങളിൽ ഒന്നുമില്ലാത്തൊരു പാർട്ടിയാണ്. എന്തായിരുന്നു ചോദന ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ചോദനയുണ്ട്? ഒരു പൊളിറ്റിക്കൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞാനൊരു ജെ പി മൂവ്മെൻറ്റിലൂടെയാണ് വരുന്നത്. ജെ പി മൂവ്മെൻറ്റിൽ വരാൻ കാരണം അടിയന്തരാവസ്ഥയാണ്. അപ്പോൾ അടിയന്തരാവസ്ഥയിൽ സ്വാഭാവികമായിട്ടും അന്ന് ഈ ഹൈസ്കൂളിലെ പൊളിറ്റിക്സ് ഇന്നത്തെ കോളേജിലെ പൊളിറ്റിക്സിനെ കഴിഞ്ഞ് സീരിയസ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. 70s പല നേതാക്കന്മാരും അങ്ങനെ വന്നവർ 12ാമത്തെ വയസ്സിൽ 13ാമത്തെ വയസ്സിലൊക്കെ ചർച്ചകളുണ്ടായിരുന്നു. ആ രീതിയിലുള്ള പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ജെ പി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി അതിൻ്റെ സ്കൂളിൽ വെച്ച് തന്നെ അത് പരസ്യമായിട്ട് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ മറ്റു കുട്ടികൾക്കത് മനസ്സിലാവില്ലായിരുന്നു എന്തായി പറയുന്നത് എന്നുള്ളത്. പക്ഷെ പരസ്യമായിട്ട് അങ്ങനെ പറയുന്ന അവസരത്തിൽ ഛാത്ര സംഘർഷ വാഹിനിയുടെ ആൾക്കാർ എന്നെ വന്ന് കണ്ടിരുന്നു 9ാം ക്ലാസ്സിൽ. ആ വാക്ക് തന്നെ ഞാൻ പറയാൻ പഠിച്ചത് പിന്നീടാണ്, ഈ ഛാത്ര സംഘർഷ എൻ്റെ അർത്ഥം. അപ്പോൾ അവർ ചെറിയ നോട്ടീസ്, സ്വാഭാവികമായിട്ട് അന്ന് ഇതാണല്ലോ ഒളിപ്രവർത്തനമായിരിക്കണം അത്. അപ്പോൾ അവരിങ്ങനെ അറിഞ്ഞു, ഈ സ്കൂളിൽ ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്, ജയപ്രകാശ് നാരായൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഇടയ്ക്ക് കുറച്ച് അവർ വരും, ഒരു നോട്ടീസ് തരും. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ പറഞ്ഞു, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയണ്ട എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഞാൻ അതായിരിക്കും പറയുന്ന ആൾക്കാരോട്. അപ്പോൾ അങ്ങനെയായപ്പോൾ അതിനൊരു വ്യക്തതയുണ്ട്. നാട്ടിൽ തന്നെ ആയാലും ഇത് പറയുന്ന ഒരേ ഒരാൾ 77 ഇലക്ഷൻ എൻ്റെ
മാർച്ചിലാണ് എൻ്റെ SSLC എക്സാമിനേഷൻ. ആ സമയത്താണ് ഇലക്ഷൻ. അപ്പോൾ അപ്പോഴും ഇത് പറയും. അങ്ങനെ അത് ഒരു പക്ഷേ അത് RSS പ്രവർത്തകരായിരിക്കണം, ഈ വന്നവർ ആയിരിക്കണം. അന്ന് പ്രവർത്തനം അവരാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മാന്നാനം KE കോളേജിൽ ചെന്ന് ജനതാ പാർട്ടിയിൽ ചേരുന്നു. അപ്പോൾ അവിടുത്തെ യൂണിറ്റ് പ്രസിഡൻറ്റ്, അത് കേരള വിദ്യാർത്ഥി ജനതയുടെ യൂണിറ്റ് പ്രസിഡൻറ്റ് ഓമനക്കുട്ടൻ, അദ്ദേഹം ഈ ജനസംഘം ഗ്രൂപ്പുകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് അടുപ്പത്തിലായി. അങ്ങനെ പതുക്കെ അന്ന് ഈ ജനതാ പാർട്ടിയിൽ കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾ, സംഘടനാ കോൺഗ്രസ്, അതുപോലെ തന്നെ ജനസംഘം, ദേഹമായിട്ടുള്ള അടുപ്പത്തിലൂടെ അതിൻ്റെ അകത്ത് ഈ വഴക്കുണ്ടാക്കിയല്ലാത്ത ആൾക്കാർ ഇവരായിരുന്നു. ഈ ജനസംഘക്കാരങ്ങനെയുള്ള ഇതിനൊന്നും പോവുകയില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു ജനസംഘം ഗ്രൂപ്പിൽ ഉൾപ്പെടുകയും അതിൻ്റെ തുടർച്ചയായിട്ട് 80 ഏപ്രിൽ മാസം 6-ാം തീയതി തന്നെ BJPയുടെ ഭാഗമാകുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. പിന്നെ പേഴ്സണൽ റിലേഷൻസ് അങ്ങനെ വന്നതാണ് BJPയിലേക്ക്. ഞാനൊരു JP സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ആളാണ് BJPയിൽ. ഇപ്പോഴും അതെ, നേരത്തെയും അങ്ങനെ ഒരു JP സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ആൾക്കാരാണ്. ഇപ്പം BJPയിൽ പല സ്കൂൾ ഓഫ് തോട്ടുണ്ട്. അല്ല, പലരും പല സമയത്ത് അത് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇങ്ങനെ ചർച്ചകളിൽ വരുന്ന സമയത്ത് അത് വരാറുണ്ട്. അപ്പോൾ അതിലൊരു ദീൻ ദയാൽ സ്കൂൾ ഓഫ് തോട്ടുണ്ട്, ഗാന്ധി സ്കൂൾ ഓഫ് തോട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഞാൻ JP സ്കൂൾ ഓഫ് തോട്ടിൽ വന്ന ആളാണ്. പിന്നെ BJPയിൽ അതിൻ്റെ സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത് 1980 കോട്ടയം ഗവൺമെൻറ് കോളേജിൽ ഈ ജനതാ പാർട്ടിയായിട്ട് പിളരുന്ന സെപ്പറേറ്റ് വരും. അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, എന്തിന് എന്നുള്ളത്. അത് RSSകാർ ജനതാ പാർട്ടി പ്രവർത്തിക്കാൻ പാടില്ല എന്നായിരുന്നു ആ പിളരുന്നതിനുള്ള ദയാംഗത്വം എന്ന് പറയും, ഡ്യുവൽ മെമ്പർഷിപ്പ്. അപ്പോൾ ഞാൻ എൻ്റെ വാദഗതി JP RSSൻ്റെ ഇത് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റിൽ JP അംഗീകരിച്ചിരുന്നു. JPയുടെ നിർദ്ദേശപ്രകാരമാണ് ജനസംഘം ജനതാ പാർട്ടി ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും RSS പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തായിരുന്നു എൻ്റെ വാദഗതി. അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് കോളേജിൽ ഞാൻ ആദ്യത്തെ യൂണിറ്റ്, കേരളത്തിലെ തന്നെ ആദ്യത്തെ ആയിരിക്കണം, അത് അന്ന് ആദ്യം വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇട്ടിരുന്ന പേര് ഭാരതീയ വിദ്യാർത്ഥി ജനത എന്നാണ്. ഒരു 6 മാസമായിട്ട് അവിടെ ഞാൻ യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് തുടങ്ങി. അത് പിന്നെ വിദ്യാർത്ഥി മോർച്ചയായി. അതിൻ്റെ ജില്ലാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, പ്രസിഡൻറ്റ്, പിന്നെ യുവമോർച്ചയുടെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ജില്ലയുടെ പ്രസിഡൻറ്റ്. അങ്ങനെ ഞാൻ പ്രവർത്തിച്ചു. 83 എനിക്ക് തോന്നുന്നു ഞാൻ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡൻ്റായി. പിന്നെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അങ്ങനെ ആയിട്ട് വന്നു. 93 ഓൾ ഇന്ത്യ സെക്രട്ടറിയായി യുവമോർച്ചയുടെ. അതിന് മുമ്പ് ഓൾ ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഒരു ജനറൽ സെക്രട്ടറി ഉള്ളതാണ്. അവിടുന്ന് ഓൾ ഇന്ത്യ സെക്രട്ടറിയായി, ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻ്റായി. 99 അതിനിടയിലുണ്ടായ ഒരു സംഭവം, അന്നൊക്കെ ഈ ജനസംഘത്തിൻ്റെ ഒരു രീതിയായിരുന്നു, ഓരോരുത്തരുടെ കീഴിൽ ട്രെയിനിങ് കൊടുക്കുക ഓരോ ലീഡേഴ്സിൻ്റെ. 80കളുടെ അവസാനമായപ്പം പാർട്ടി തീരുമാനിച്ചു O രാജഗോപാലാണ് എൻ്റെ ട്രെയിനറെന്നോ ഗുരുവെന്നോ. അപ്പോൾ അദ്ദേഹവുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. എന്ത് കാര്യം ചോദിച്ചാലും രാജേട്ടനോട് ചോദിക്കാൻ പറയും. അപ്പോൾ 93 തൊട്ട് അദ്ദേഹം ഡൽഹിയിലുണ്ട്, ഡൽഹിയിൽ ഞാൻ പോകാറുണ്ട്. വീട്ടിൽ നിന്നും ചേർച്ചിൽ നിന്നും ഒക്കെ ഉള്ള റിയാക്ഷൻസ് എങ്ങനെയായിരുന്നു? ഒരു BJPയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി എന്നുള്ള ഒരു ഐഡന്റിറ്റി വെച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തായിരുന്നു റെസ്പോൺസ്? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചർച്ചിൽ സഭാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നേ അവർ നോക്കുകയുള്ളൂ. അതിൻ്റെ അകത്ത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓർത്തഡോക്സ് ആൾക്കാർ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ വ്യത്യസ്ത പാർട്ടിക്കാരൊന്നുണ്ടായിരുന്നു. ഈവൻ ആ കാലഘട്ടത്തിൽ നക്സലൈറ്റ്സ് പോലും ഉണ്ടായിരുന്നു. അവർ പള്ളി വരുന്നില്ല, പള്ളിക്കെതിരാണ്. അതുകൊണ്ട് പള്ളിക്കാർ നോക്കുന്നത് ഞാൻ സഭാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈവൻ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അത് ചോദിച്ചുകൊണ്ട് പറയാണ്, ഒരു പ്രത്യേക നിമിത്തമാണ്.
അന്ന് ഞാൻ പഠിക്കുന്നത് എൻ്റെ ഇടവക, അന്നത്തെ ഇടവക, ഇന്ന് ഞങ്ങളുടെ പ്രധാനയാണ്, പള്ളിയുടെ കീഴിലുള്ള കോൺവെൻറ്റ് സ്കൂളിലാണ് 7ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ അവിടെ അന്ന് ഈ കാറ്റക്കിസം പഠിപ്പിക്കുമായിരുന്നു സ്കൂളിൽ. ഇപ്പോൾ പറ്റിയല്ല, നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസം കാറ്റക്കിസം മറ്റു കുട്ടികൾക്ക് മോറൽ സയൻസ് അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5, 6, 7 ക്ലാസ്സുകളിലെ കത്തോലിക്ക കുട്ടികൾക്ക് വേണ്ടി ഒരു കോമ്പറ്റീഷൻ നടത്തി. ആനിവേഴ്സറിക്ക് വേണ്ടിയുള്ളൊരു ഇതായിരുന്നു. അതിൽ ഞാൻ ഫസ്റ്റായി. അത് കഴിഞ്ഞ് എനിക്കൊരു സ്റ്റേജിൽ എനിക്കൊരു ബുക്ക് തന്നു. അതാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് ചിന്തിക്കാൻ പോലും പ്രേരിപ്പിച്ചത്. ആ ബുക്കിൻ്റെ പേര് എങ്ങനെ നല്ല പ്രസംഗകനാകാമെന്നായിരുന്നു. ആ പ്രായത്തിൽ സ്വാഭാവികമായിട്ടും ആരാ പ്രസംഗിക്കുന്നത്? രാഷ്ട്രീയക്കാരല്ലേ. അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങി, രാഷ്ട്രീയത്തിലേക്ക് നോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇൻട്രസ്റ്റ് ആയത്. ഇത് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലൈഫ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട, ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈഫാണ്. ഇപ്പോൾ ആരും അവിടെ എന്നോട് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ സഭയുടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളല്ലേ. 94 എൻ്റെ വിഭാഗം നടന്നു. അപ്പോൾ ആ കാസറ്റ് ഇപ്പോഴും കാണും. അന്ന് കാസറ്റാണല്ലോ. ഞങ്ങളുടെ ഇടവക വികാരി അന്ന് KG മാരാർജി വന്നിരുന്നു കല്യാണത്തിന്. ഇപ്പം അദ്ദേഹം പ്രസംഗിച്ചും പറഞ്ഞ് ഇതൊരു മാതൃകാ വിശ്വാസിയാണ്. അയാളുടെ രാഷ്ട്രീയമൊന്നും എനിക്കറിയത്തില്ല, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇവിടെ സഭാ നിയമം അംഗീകരിക്കുന്നുണ്ട്, ഇടവകയുടെ നിയമം അംഗീകരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ അവിടെ നിൽക്കുന്ന സമയമാണ്. അവിടുത്തെ ആക്ടിവിറ്റീസിലുണ്ട്, അവിടുത്തെ സംഘടനകളിലുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇപ്പോഴും എനിക്ക് സ്വീകരണം തന്നപ്പം പള്ളിയിൽ ഒരു ഞങ്ങളുടെ പാരീഷിൽ ഇടവകയെ തന്നു, ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട്. അപ്പോഴും ഒരു ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഇടവകയിൽപ്പെട്ട ആരും ഇന്ന് വരെയും ഇത് പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. കാരണം എല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ്. അത് പള്ളിയിലത് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ആ ചർച്ചിലുള്ള ആരും, പിന്നെ പുറത്ത് രാഷ്ട്രീയക്കാരും അവരും ഒക്കെ ചോദിക്കുന്ന, ആ പ്രദേശത്തു നിന്ന് ഒരാളും ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കുടുംബത്തിൽ നിന്നുമില്ല. കുടുംബം പിന്നെ ഒരു പറയാവുന്നറിയത്തില്ല. അതിൻ്റെ ഒരു പ്രത്യേകത, എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചുപോയി, പെങ്ങന്മാരില്ല. അപ്പം ഞങ്ങളൊക്കെയാണ് കുക്ക് ചെയ്ത് ജീവിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലിയാണ്. ചേട്ടന്മാർ 4 പേര്, ഞങ്ങൾ, ഫാദർ വളരെ ലിബറലാണ്, എല്ലാ കാര്യത്തിലും ലിബറലായിട്ടുള്ളൊരു കത്തോലിക്കൻ. അറിയാമല്ലോ, ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊരു രീതിയുണ്ടല്ലോ, അത് ലിബറലാണ്. പക്ഷേ ഈ വീട്ടിൽ നിന്ന് അധികം വിട്ടു നിൽക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അല്ലാതെ വീട്ടിൽ വരണമെന്ന് ബ്രദേഴ്സൊക്കെ വേറെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിരുന്നു, അവർക്കും പ്രശ്നമില്ല.